Hello all, welcome to Ada 24/7 Malayalam YouTube channel. അപ്പോൾ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ഒരുപാട് മെസ്സേജുകൾ നമുക്ക് വരുന്നുണ്ട്. അതായത് കേരള PSCയുടെ സൈറ്റ് എടുക്കുമ്പോൾ അതിനകത്ത് കയറാൻ പറ്റുന്നില്ല, അവർ ബുള്ളറ്റ് സബ്സ്ക്രിപ്ഷൻ വേണ്ടി ചോദിക്കുകയാണ്, നമുക്ക് അകത്തേക്ക് കയറാനേ പറ്റുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്, എന്താണ് ചെയ്യുക എന്ന് പറഞ്ഞ് ഒരുപാട് മെസ്സേജുകൾ നമുക്ക് വരുന്നുണ്ട്. ഇത് പ്രത്യേകിച്ച് LD-യുടെ കൺഫർമേഷൻ കൊടുക്കേണ്ട സമയമാണ്. ഹൗസിംഗ് ബോർഡ് അസിസ്റ്റന്റിന്റെ, അതുപോലെ തന്നെ എന്താണ് ഡാറ്റ എൻട്രി ഓപ്പറേറ്ററുടെ, അതിൻ്റെ കൂടെ LD ക്ലർക്കിന്റെ ഒക്കെ കൺഫർമേഷൻ കൊടുക്കേണ്ട ഈ സമയത്ത് അവർക്ക് എന്ത് പറ്റുന്നില്ല, പലർക്കും സൈറ്റ് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞൊരു പ്രശ്നം ഒരുപാട് പേരായിട്ട് പറയുന്നതുകൊണ്ട് എങ്ങനെ നിങ്ങൾക്ക് ഈ സൈറ്റ് ആക്സസ് ചെയ്യാമെന്ന് പറഞ്ഞു തരാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു ബുദ്ധിമുട്ടില്ല. നിങ്ങൾ ആദ്യം എന്താ ചെയ്യുക, നമ്മൾ ഗൂഗിളിൽ കയറിയിട്ട് എന്തടിക്കും, കേരള PSC അല്ലെങ്കിൽ KPSC തുളസി എന്ന് അടിക്കും അല്ലേ. KPSC തുളസി എന്ന് നമ്മൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എങ്ങോട്ട് പോകും, നമ്മുടെ കേരള PSCയുടെ പേജിലേക്ക് പോകും അല്ലേ. നമ്മൾ സെർച്ച് ചെയ്തു. അപ്പോൾ ഇത് പബ്ലിക് ഹോം പേജ് ആണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഈ പേജ് നമുക്ക് വേണ്ട, നമ്മൾ എങ്ങോട്ട് പോവാണ്, നമ്മൾ താഴോട്ട് പോയിട്ട് കേരള പബ്ലിക് സർവീസ് tulasi.psc.kerala.gov.in അത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സംഭവിക്കുക ഇപ്പോൾ വരുന്ന ഇങ്ങനെയാണ്. അതായത് ഇതിനകത്ത് പറയുന്ന PSC ബുള്ളറ്റിൻ പുതിയ സബ്സ്ക്രൈബ് ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പോൾ എത്രയും പെട്ടെന്ന് PSC ബുള്ളറ്റിൻ്റെ സബ്സ്ക്രിപ്ഷൻ എടുക്കുക. അതിൻ്റെ എന്താ പറയുക, ഇൻഡിവിജ്വൽ സബ്സ്ക്രൈബർ ആണോ ഏജന്റ് സബ്സ്ക്രൈബർ ആണോ എന്ന് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പ്രൊസീഡ് ചെയ്ത് പേയ്മെന്റ് നടത്തുക എന്ന രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഇത് നമ്മളിത് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് വേണ്ട, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് നമ്മൾ ക്യാൻസൽ കൊടുക്കും അല്ലേ. ക്യാൻസൽ കൊടുക്കുമ്പോൾ നമ്മുടെ പേജ് വരും, അപ്പം തന്നെ എന്ത് ചെയ്യും, അത് പോയിട്ട് വീണ്ടും ഇത് തന്നെ വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു തവണ ക്യാൻസൽ അടിക്കുമ്പോൾ വീണ്ടും എന്ത് ചെയ്യുന്നു, ഈ പേജ് വരിക, തിരിച്ച് അങ്ങോട്ട് പോകുക, ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക, 2 തവണ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ പേജ് ഇതുപോലെ തന്നെ വരും. അതായത് എന്ത് ചെയ്യുക, നമ്മൾ ആദ്യം കേരള PSCയുടെ സൈറ്റിലേക്ക് പോവുക, എന്ത് ചെയ്യുക, ഓക്കെ ഞാൻ പുതിയ ടാബ് എടുത്ത് കാണിച്ചു തരാം. KPSC തുളസി എന്ന് അടിച്ചു കൊടുക്കുക, അവിടെ എന്ത് ചെയ്യുക, സെർച്ച് ചെയ്യുക. അപ്പോൾ വരുന്നതിന് നമ്മൾ എന്ത് ചെയ്യുക, KPSC തുളസി നമ്മുടെ വൺ ടൈം രജിസ്ട്രേഷൻ സൈറ്റിലേക്ക് പോവുക. ആ വരുന്ന പേജിൽ നിന്ന് എന്ത് ചെയ്യുക, 2 തവണ ഒറ്റയടിക്ക് നിങ്ങൾ ക്യാൻസൽ അടിച്ചു കൊടുക്കുക. 2 തവണ ക്യാൻസൽ ബട്ടണിൽ ഞെക്കി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യില്ല, പിന്നെ ആ പേജ് നമുക്ക് വരില്ല. 2 തവണ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല, പിന്നീട് അത് വരില്ല. അവിടെ എന്താണ് വരുന്നത്, നമുക്ക് ഈ സാധനം തന്നെ വരും. ഇത് ചെയ്ത് നോക്കിയിട്ട് കിട്ടണില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള സംശയങ്ങൾ ദൂരീകരിക്കുവാനും കൂടുതലുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് എന്ത് ചെയ്യുക, Ada 24/7 ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഇതുപോലുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ വീഡിയോ താഴെ കമന്റ് ആയിട്ട് പറയുക, നമ്മൾ അതിനുള്ള ഉത്തരങ്ങൾ കൊണ്ടുവരുന്നതാണ്. Okay, thank you very much. We'll meet in another video. Thank you.